ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സദ്യ കഴിക്കുമ്പോൾ ചോറും പരിപ്പും നെയ്യും കൂടി കൂട്ടി കഴിക്കുന്നതിന് ഒരു പ്രത്യേക രസമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. അതിനായി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ പരിപ്പ് വേവായി വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 5 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് അളവിലുണ്ടാവും. ഇതിലേക്ക് ഇനി 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ച കുക്കറിൽ പ്രഷർ ഫുൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, പരിപ്പ് നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ തന്നെ കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയരപ്പില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നതിനായിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരായ്ക്കുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് 2 ടീസ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ആയതുകൊണ്ട് താളിക്കാറില്ല. എന്നിരുന്നാലും നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ഇത്തവണ ഓണസദ്യക്ക് അപ്പോൾ പരിപ്പ് കറി ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.